ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുമെന്നോ ഇവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കുമെന്നോ അത് ആഗ്രഹിക്കുന്ന ആരും മോഹിക്കേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. മുഖ്യമന്ത്രി ചതിയെ പറ്റിയൊക്കെ പറഞ്ഞു, വലിയ ചതിയെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന എല്ലാ മുന്നൊരുക്കങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ഒരാളെ രാത്രിയോട് രാത്രി മാറ്റി പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിഘണ്ടുവിൽ ഈ ചതി എന്നുള്ള ഒരു വാക്ക് 2 അക്ഷരം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരാത്മപരിശോധന നടത്താൻ അദ്ദേഹവും തയ്യാറാവും. അപ്പോൾ ഇവിടെ ചതിക്കപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളാണ്, നിലമ്പൂരിലെ ജനങ്ങളാണ് ചതിക്കപ്പെട്ടത്. ഈ ഗവൺമെൻറ് അവിടെ കൊടുത്ത ഒരു വാക്കും പാലിക്കാതെ, ഇന്നലെ ഷൗക്കത്ത് കൃത്യമായി സൂചിപ്പിച്ചു, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം, 300 ആദിവാസി കുടുംബങ്ങൾ പെട്ട സങ്കേതങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഒരു ഷീറ്റ് മറച്ച് താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു ശൗചാലയം അവർക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ പോവേണ്ടി വരുന്ന അവസ്ഥ, ഈ പഞ്ചായത്തിലാണ് അവർക്ക് പോവേണ്ടി വരുന്ന അവസ്ഥ, ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ സഹായം കൊടുക്കാതെ അവരെ അവഗണിച്ച അവസ്ഥ, ഗവൺമെൻറ് കോളേജിന് ഒരു കെട്ടിടമോ സ്ഥലമോ ഒന്നും ഇല്ലാതാക്കുന്ന അവസ്ഥ. ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടത് നിലമ്പൂരിലെ ജനങ്ങളാണ്, ഈ ഗവൺമെൻറ്റാണ് അവരെ വഞ്ചിച്ചത്. ചതിക്കുള്ള മറുപടി നിലമ്പൂർ കൊടുക്കും, അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയമായിരിക്കും. ഷാഫി പറമ്പിൽ സംസാരിക്കുകയായിരുന്നു.